25 വർഷങ്ങൾ പിന്നിലേക്ക് പോകുമ്പോൾ ഉറ്റവരുടെ കണ്ണ് നിറയുന്നുണ്ട്. കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തത്തിൽ നഷ്ടമായത് 31 ജീവനുകളാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടത്ര ധനസഹായം ലഭിച്ചില്ലെന്ന പരാതിയുമുണ്ട്. വിഷമദ്യ ദുരന്തത്തിൽ കാഴ്ച നഷ്ടമായവരും കല്ലുവാതുക്കൽ എന്ന നാട്ടിലുണ്ട്. ജോലി കഴിഞ്ഞ് തലേന്ന് ജോലിക്ക് പോയിട്ട് വന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മാമ്മയ്ക്ക് കണ്ണ് ഇങ്ങനെ കിടന്ന് തിരുമ്മി കിടന്ന്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിപ്പോഴും ഓർമ്മയുണ്ട്. കണ്ണിൽ ഇരുട്ട് കയറുന്നു. എല്ലാവരും ആവർത്തിച്ച വരികളൊന്നു തന്നെയായിരുന്നു. ഉറ്റവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആശങ്കപ്പെട്ട രാത്രി അവർ ഒരിക്കലും മറക്കില്ല. ആശങ്ക പിന്നീട് വിലാപങ്ങളായി. അങ്ങനെ ഏറ്റവും കൂടുതൽ വിലാപങ്ങൾ ഉയർന്നു കേട്ടത് കല്ലുവാതുക്കൽ പാറയിൽ എന്നീ പ്രദേശത്ത് നിന്നാണ്. ഒക്ടോബർ മാസത്തെ ആ രാത്രി 35-കാരി യമുന അച്ഛൻ അസുഖം ഭേദമായി മടങ്ങി വരുന്നത് കാത്തിരുന്നു. അതേസമയം മറ്റൊരു വീട്ടിൽ 15-കാരി ബിന്ദു അമ്മൂമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ പരിഭ്രമിച്ചിരുന്നു. വിളക്ക് കത്തിച്ച് വെച്ചവൻ പറഞ്ഞു, അയ്യോ എനിക്ക് കണ്ണ് കാണാൻ വയ്യ, ഒന്ന് കാണാനും എടുക്കാനും വയ്യെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെന്തായാലും പെട്ടെന്ന് ആങ്ങളെ ചെറുക്കൻ ഓടി വന്ന് പറഞ്ഞു, ഇതെനക്ക് ഒരാൾ ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട്, താത്തയുടെ മരുന്ന് കഴിച്ച് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അച്ഛനെ അന്നേരം തന്നെ മെഡിക്കലിൽ കൊണ്ടുപോയി. മെഡിക്കലിലല്ല കൊണ്ടുപോയി, ആദ്യം കൊല്ലത്ത് ലിസ്റ്റിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു അവിടെ കൊണ്ട് ഒക്കില്ല, നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അന്ന് പിറ്റേന്നായപ്പോൾ മരിച്ചു. എൻ്റെ അണ്ണൻ്റെ അടുത്ത് ഉമ്മറന്നാ പറയുന്നത്. അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണ അമ്മാമ്മ ഇങ്ങനെ കിടന്നിട്ട് ഛർദ്ദിക്കുകയാണെന്ന് പറഞ്ഞ്, കണ്ണും കാണുന്നില്ലെന്ന് പറഞ്ഞ്, പെട്ടെന്ന് കണ്ണും കാണും. അങ്ങനെയാണ് പെട്ടെന്ന് വിമല ഹോസ്പിറ്റലിലോട്ട് കൊണ്ട് ഓടിയത്. അങ്ങനെ കൊണ്ടുപോയ വഴിക്ക് മരിച്ചെന്ന് പറഞ്ഞു. കല്ലുവാതുക്കലിൽ മദ്യവിതരണ കേന്ദ്രം നടത്തിയിരുന്ന ഹൈറുനിസയുടെ വീട്ടിൽ ജോലിക്ക് നിന്ന കൗസല്യ, മദ്യപിച്ച് മടങ്ങിയ പൊടിയൻ, ഇവരുൾപ്പെടെ 31 പേർക്കാണ് കല്ലുവാതുക്കൽ മദ്യദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. അവരെ തെറ്റൊന്നും അമ്മാമ്മ ഇന്നേ വരെ പറഞ്ഞില്ല. ആ വീട്ടിൽ ശമ്പളമൊക്കെ നല്ലോണം എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മാമ്മയുടെ കൊച്ചുനാൾ തൊട്ട് അവിടെ ആയിരുന്നു അമ്മാമ്മ ജോലിക്ക് പോണതും എടുക്കുന്നതൊക്കെ. അവർക്ക് അമ്മാമ്മയെന്ന് വെച്ചാൽ ഒരു ജീവനായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഇത് അവരും പ്രതീക്ഷിച്ച് കാണത്തില്ലായിരിക്കും. ഇന്നും ദുരന്തത്തിന്റെ ഇരുട്ട് പേറുന്നവർ ഇതേ നാട്ടിലുണ്ട്. കാഴ്ച മങ്ങിയതോടെ കല്ലുകൊത്തുകാരന് നഷ്ടമായത് സ്വന്തം തൊഴിലാണ്. അന്ന് എല്ലാവരും മരണപ്പെട്ടത് ഇത് നമ്മൾ അടുത്ത വീടാണ്, അത് നമ്മൾ അറിഞ്ഞു. അപ്പം അങ്ങനെ ഭയപ്പാടൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മെഡിക്കലൊക്കെ പോയി. കാഴ്ചയുള്ള പ്രയാസം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരുന്നു. അങ്ങനെ പണിക്കൊന്നും ഇപ്പോൾ പോക്കൊന്നുമില്ല. കുടുംബത്തിന് താങ്ങായിരുന്ന പലർക്കും ജീവൻ നഷ്ടമായിട്ടും അർഹതപ്പെട്ട ആനുകൂല്യം ലഭ്യമായില്ലെന്ന പരാതി ഇവർക്കുണ്ട്. 25 വർഷങ്ങൾക്കിപ്പുറവും വിങ്ങുന്ന മനസ്സുമായാണ് ഈ നാട്ടുകാർ നഷ്ടത്തിന്റെ കഥ ഓർത്തെടുക്കുന്നത്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.